ഞമ്മക്കൊക്കെ ഒരു രോഗിയെ സന്ദർശിക്കേണ്ടത് എങ്ങനെയാണ്, രോഗിയുമായി പെരുമാറേണ്ടത് എങ്ങനെയാണ്, പെട്ടെന്നയാളെ റൂഹ് പിരിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വെറുതെ ഒരാൾക്ക് സുഖമില്ല എന്ന് പറയുന്നിട്ട് നമ്മളാണ്ട് ഓടുകയാണ്. ഒരു ചങ്ങായിക്ക് വേദന വന്നു, പോകാനെല്ലാവരും കൂടി താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർ എത്തി എന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവനൊരു ഗ്യാസിന്റെ വേദനയാണ്, ഏതായാലും ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഇവിടെ കിടത്താം, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാം. ഇഞ്ചക്ഷൻ കൊടുത്തവനെ അവിടെ കടത്തി. അപ്പോഴേക്ക് അങ്ങാടിയിൽ വാർത്ത അറിഞ്ഞില്ലേ കുഞ്ഞൽവിക്ക് സുഖമല്ല. എല്ലാരും കൂടി ഓടി പാഞ്ഞ് വന്ന് ചുറ്റുഭാഗത്ത് ആള് നിറഞ്ഞ്. ഇവങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്ത് കിടക്കുക. അതിന്റെ അടുത്ത് വന്നുങ്ങാണ്ട് ഒരു ചങ്ങായി ഇതേപോലത്തെ വേദനയാണല്ലോ പണ്ട് മേമാലിക്കുണ്ടായത്, പിന്നെ ഓൻ മുണ്ടിയിട്ടില്ലല്ലോ. അപ്പം മറ്റോൻ പറഞ്ഞത് ശോകത്തിന്റെ തനക്കോർമ്മല്ലേ, പിന്നെ ഓന്റെ മയ്യത്തല്ലേ നമ്മൾ കണ്ടത്. ആ നാട്ടിൽ ആർക്കൊക്കെ അറ്റാക്ക് ഉണ്ടായി മരിച്ചിരിക്കണേ അതൊക്കെ ബന്റെ അടുത്ത് ഇങ്ങനെ കഥ പറയൽ തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കുമ്പോ ഡോക്ടർ പറഞ്ഞു എന്തേ ബന് പറ്റിയത്, ഇപ്പൊ ബന് അറ്റാക്ക് ആയിക്കൊള്ളു. അപ്പൊ നിങ്ങൾ കാണാൻ പോയിട്ടാ ബന് അറ്റാക്ക് ആയത്. ആദ്യമാണെങ്കിൽ ആ ഗ്യാസിന്റെ വേദനമ പോയിനി, ഞമ്മള് പോയിങ്ങാണ്ട് എന്താക്കി ഓനിക്ക് അറ്റാക്കായി. ഇവിടെ മോങ്ങത്ത് ചേരിറങ്ങിയിട്ട് അങ്ങനെയല്ലേ, മോങ്ങത്ത് നടു റോട്ടിൽ ഒരു ദിവസം ചേരനെ കണ്ടു, എല്ലാവരും കൂടി ചുറ്റുഭാഗത്ത് വളഞ്ഞിരുന്നപ്പോ ചേരക്ക് അറ്റാക്കായി. ഞമ്മള് കാണാൻ പോയതാണ് സ്വിപ്പ് ഉണ്ടായത്. ചിലപ്പോ പെണ്ണുങ്ങൾക്കുണ്ടൊരു കാണാൻ പോക്ക്. അല്ലാ, പണ്ടത്തെ കാലത്ത് കപ്പലിൽ അജ്ജിന് പോയി. കപ്പലിൽ അജ്ജിന് പോയിട്ട് എന്തായി, ഒരാചാരി കപ്പലിൽ നിന്ന് മരിച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ വിവരം കിട്ടും. വിവരം കിട്ടിയപ്പോ അതിന് പെരക്കാരൊക്കെ പാടെ 3 പെൺകുട്ടികളും തള്ളിയാണ്. അവർക്കാണ് വാപ്പ മരിച്ചെന്നുള്ള വിവരം കിട്ടുന്നത്. അച്ഛങ്ങൾക്കൊക്കെ ബോധമല്ലാതെ ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞാർന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞാർന്ന്. അപ്പൊ പിന്നെ അയൽവാസികള് 3-4 പെണ്ണുങ്ങൾ ഓലൊക്കെ ഒന്ന് ഒരുങ്ങി പുറപ്പെട്ട് മരിച്ച വീട്ടിലേക്ക് സമാധാനിപ്പിച്ചാൻ പോയി. ഇരുന്നുങ്ങാണ്ട് എന്ത് ചെയ്തു, മരിച്ച വീട്ടിൽ ചെന്ന് ഇവരിങ്ങനെ നിൽക്കല്ലേ. അപ്പൊ ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു കപ്പലിനാണോ ലണ്ണിയ. അപ്പൊ മറ്റേ പെണ്ണുങ്ങൾ പറഞ്ഞു അങ്ങനത്തെ കടലിലേക്ക് സാധ്യക്കാണോലോ. സമാധാനിപ്പിക്കാൻ പോയതാണ് ഇവര്. അപ്പൊ മറ്റേ പെണ്ണുങ്ങൾ ഇനിയിപ്പോ ഒരു അധികം ആക്കണ്ട, അതുകൊണ്ട് 36 ഇടപെട്ടുകാണ്ട് പറഞ്ഞു മീനൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി തിന്നാണല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ എവിടേക്കും പോകണ്ട, നിങ്ങളോട്ട് സൂക്കോടും കാണാൻ പോണ്ട, നിങ്ങളോട്ട് മയ്യത്തിന്റെ അടുത്തേക്കും പോകണ്ട. നിങ്ങൾ സമാധാനിപ്പിച്ചാൻ പോയ വരെ വർത്താനത്തിന്റെ കോലാണ്. നമ്മളൊരു അറ്റാക്ക് രോഗിന്റെ അടുത്ത് പോയിങ്ങാണ്ട് ഓന്റെ അടുത്ത് ഇങ്ങനെ കുത്തുന്നിട്ടാ എവിടൊക്കെ അറ്റാക്ക് ഉണ്ടായത്, ആരൊക്കെ അപ്പം മരിച്ചത്, ആരൊക്കെ മുണ്ടാതെയായത്, അത് പറയണ നേരം. ഒരു മരിച്ച വീട്ടിൽ പോയിങ്ങാണ്ട് മറ്റവന്റെ മരണം അങ്ങനെ തന്നെയല്ലോ. പിന്നോ മുണ്ടിയിട്ടില്ലല്ലോ, പിന്നോ വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ, പിന്നോ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. എവിടുന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത്? ഒരു രോഗിന്റെ അടുത്ത് കാണാൻ വേണ്ടി പോയാൽ അവൾ അധികം നിൽക്കാൻ തന്നെ പാടില്ല, അധികം സംസാരിച്ച് നിൽക്കാൻ പാടില്ല. രോഗിയുടെ അടുത്ത് പോവുക, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് വേഗത്തിൽ. അറ്റാക്കുള്ള രോഗിയാണെങ്കിൽ ഓനോട് പറ്റി എന്താ വർത്താനം, ഇപ്പൊ വേദന ഉണ്ടോ, എപ്പോഴും വേദന തുടങ്ങി. അപ്പൊ അതിനല്ലേ ചങ്ങായി പുറത്ത് ആൾക്കാരൊക്കെ നിൽക്കുന്ന കുടുംബങ്ങൾ ഓരോട് ചോദിച്ചൂടെ? ഈ രോഗിക്കിപ്പം മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഗുളികയും കൊടുത്ത് നിർത്തിയത് ഓനോനെ തന്നെ ചോദിക്കണം. പിന്നെ അള്ളാഹു തആല രോഗം തരും, അള്ളാഹു തആല ആരോഗ്യം തരും, ഒക്കെ പടച്ചോൻ തരും. എത്രാക്ക് സുഖമായി. ഇപ്പൊ ഇങ്ങനത്തെ അറ്റാക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഈസി ആട്ടോ. എല്ലാവരും ദ്വാരക്കുന്നുണ്ട് അള്ളാഹു സലാമത്ത് അവിടുന്ന് തടിയിരിക്കുക. അല്ലാതെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാ മരിച്ച സംഗതി ബാക്കിയുള്ളത് പറഞ്ഞിരിക്കലല്ല. ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി രോഗിയെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ഈ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി റസൂലുള്ള ചെന്നാൽ അവിടെ രോഗം ശിഫയാകുന്ന പതിവുണ്ട്. അതാണ് നമ്മുടെ മങ്കൂസ് മൗലിദിൽ ബഹുമാനപ്പെട്ട ഇമാം മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. വമരിളൻ അൻത സായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ. ഞാനൊരിക്കൽ എന്റെ വീട്ടിലൊരു രോഗം ഉണ്ടായിട്ട് വിഷമിച്ചു. അപ്പൊ ഞാൻ മമ്പർത്ത തങ്ങൾപ്പാപ്പാന്റെ അടുത്ത് സലാത്തിന് പോയിങ്ങാണ്ട് അവിടെ കുറച്ച് സലാത്തും ചൊല്ലിക്കുത്തിന് സങ്കടപ്പെട്ടെന്ന് വിചാരിച്ച് പോയി. അസർ നിസ്കരിച്ചിങ്ങാണ്ട് അവിടെ ഇങ്ങനെ മൂടോപ്പായി ഇരിക്കുക. അപ്പൊ അന്ന് കുണ്ടൂർ ഉസ്താദ് ഉള്ള സമയം. ഉസ്താദ് ഇങ്ങനെ ആ വഴിക്ക് വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഉസ്താദെ എനിക്ക് വീട്ടിലിങ്ങനെ ചെറിയൊരു വിഷമുണ്ട്, മകൾക്കൊരു അസുഖമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പാപ്പ തങ്ങൾ പാപ്പ എന്നോട് കുണ്ടൂർ ഉസ്താദ് വേഗം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളെ, നിങ്ങൾ അവിടെ മമ്പർത്ത പാപ്പാന്റെ അടുത്ത് അവിടെ ഇരുന്നിങ്ങാണ്ട് ഇപ്പൊ മരിയലൻ അന്ത സായിറുഹു ആ ബെയ്ത്ത് 1000 വട്ടം ചെല്ലിങ്ങാണ്ട് ഇത് വയർന്ന് പോയിക്കോളെ, സുഖമായിക്കോളുന്നു. ഇന്നങ്ങ് കേൾക്കണം. ഞാൻ അവിടെ ഇരുന്നിങ്ങാണ്ട് 1000 വട്ടാണ് ചെല്ലി. പിന്നെ ഇതുവരെ ആ സൂക്കേട് കണ്ടിട്ടില്ല.
എന്തേ വമരിളൻ അന്തസാഇറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി. ഒരു രോഗിയെ സന്ദർശിക്കാൻ മുത്തുനബി എത്തിയിട്ട് അവിടെ റസൂലുള്ള വന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് അപ്പോൾ തന്നെ അല്ലാഹു തആല അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കും.